ഇപ്പോൾ ജയരാജൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് പെശകായിരുന്നു. അവിടെ നിൽക്കുക. അങ്ങനെ ഒരു നിലപാട് പാർട്ടിയുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് പാർട്ടി വ്യക്തമാക്കിയില്ലേ. പിന്നെ തന്നെ അതിൻ്റെ മേലെ വിവാദം. ഓരോ പ്രശ്നങ്ങളും ഓരോ സമീപനങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇന്നുണ്ടാകുന്നൊരു സംഭവം 25 കൊല്ലം കഴിഞ്ഞാൽ അതുപോലെ നിൽക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നക്സൽ പ്രസ്ഥാനം ഉണ്ടായി. പാർട്ടിയിൽ നിന്ന് കുറേ ആളുകൾ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയി. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്തി വന്നിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് പലരെയും പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പാർട്ടിയുടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന നിലപാടുകളാണ്. ആ നിലപാടിനനുസരിച്ച് പാർട്ടി പ്രവർത്തിക്കും. അതായത് തെറ്റുപറ്റിയത് പാർട്ടിക്കാണ്, അവർക്കല്ല എന്നാണ് അവർ അതിലുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളിപ്പോഴെല്ലാവരും ഓരോരുത്തർ പറയുന്നതിനും മറുപടി പറഞ്ഞു നടക്കാനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു നയമുണ്ട്. ആ നയം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശക്തമായ ഒരു പാർട്ടിയായി പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരിക. ഈ നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ഭാവിയിൽ അവർ ആ തെറ്റ് തിരുത്താൻ തയ്യാറായാൽ ഇപ്പോൾ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പറഞ്ഞതുപോലെ ഭാവിയെക്കുറിച്ച് നമ്മളിപ്പോൾ നിർവചിക്കേണ്ട. ഓരോ പ്രശ്നം വരട്ടെ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉയർന്നു വരട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിന്നിപ്പോൾ അവർ UDFൻ്റെ MLA വന്നില്ലേ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ നയം വ്യക്തമാക്കി കഴിച്ചിട്ടുണ്ട്. ജയരാജൻ പറഞ്ഞത് പെശകായിരുന്നു. ജയരാജനും അത് അംഗീകരിച്ചു. എനിക്ക് തെറ്റുപറ്റി, ഞാനത് തിരുത്തുന്നു, അത് സ്വയം വിമർശനപരമായി ഞാനത് ഉൾക്കൊള്ളുന്നു. തീർന്നില്ലേ? അപ്പോൾ പാർട്ടി നയം വ്യക്തമായി. യഥാ നയം തൽക്കാലവാതിൽ തുറക്കില്ല അല്ല, നയം വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കുകയോ അടക്കുകയോ എന്നുള്ളത്, തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഭൗതിക സാഹചര്യങ്ങൾ സംഭവങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ്. ഇതൊന്നും ഒരു പ്രവചിക്കപ്പെടുകയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ അപഗ്രഥനം നടത്തി, സാഹചര്യങ്ങളെ അപഗ്രഥനം നടത്തി, ഭൗതിക സാഹചര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഓരോ കാര്യത്തിലും നിലപാട് സ്വീകരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സംഘടനാ പ്രശ്നങ്ങളും പരിശോധിച്ച് നടപടി സ്വീകരിക്കും.